ഹായ് ഫ്രണ്ട്സ്, കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് പല ഉപകാരങ്ങളും ഉണ്ട്. അതിനകത്ത് ഓരോ കുറച്ച് ഭാഗമുള്ള ടിപ്സ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. ഈ കാണുന്നത് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് നമുക്കിതൊരു നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനായിട്ട് അടുക്കളയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാണ് പറയുന്നത് ഈ ഒരു വിനാഗിരി കണ്ടില്ലേ, ഈ ഒരു വിനാഗിരി ഇതിൻ്റെ അകത്തേക്ക് ആദ്യം ഒന്ന് നമ്മൾ ചേർക്കലാണ്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ടിയില്ല, നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരളവ് വിനാഗിരി ചേർക്കുന്നു. അടുത്തതായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് ഈ വൈറ്റ് കോൾഗേറ്റ് ആണ്. ഈ കോൾഗേറ്റ് നമ്മൾ പല ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഇത് കഞ്ഞിവെള്ളത്തിലേക്ക് ആഡ് ചെയ്യുമ്പം കുറച്ചും കൂടെ നമുക്കൊരു ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് ഒരല്പം ബേക്കിംഗ് സോഡയാണ്. കണ്ടില്ലേ, ഈ ഒരു അളവിൽ എടുക്കുന്നുള്ളൂ. എന്നാൽ തന്നെ നല്ല ഒരു പതഞ്ഞ് വരും പോലെ ഒരു നല്ല രീതിയിൽ നമുക്കിത് കാണാൻ പറ്റും. ഇനി നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതുപോലുള്ള ചെറിയ കറകളൊക്കെ ഉള്ള പാത്രങ്ങൾ, അതുപോലെ നമ്മൾ ചായയൊക്കെ കുടിച്ച ഗ്ലാസിൻ്റെ അകത്ത് ചിലപ്പം പോകാണ്ടിരിക്കുന്ന വല്ല കറകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് ഇതിലല്പം നേരം നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം. ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് നല്ല വൃത്തിയിൽ ഈ ഒരു വെള്ളത്തിനകത്തേക്ക് ഇട്ട് വെച്ച ശേഷം ഉപയോഗിച്ച് നോക്കുമ്പം നമുക്ക് നല്ല റിസൾട്ട് കാണാൻ പറ്റും. അതായത് സ്റ്റീൽ പാത്രങ്ങളോ കോപ്പയോ കപ്പോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ ഒന്ന് പിന്നെ വെള്ളത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ച് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. ഇത് കുറച്ച് നേരം വെക്കണം. വെച്ചതിന് ശേഷമാണ് നമ്മളിത് കഴുകിയെടുക്കേണ്ടത്. ചെറിയ രീതിയിൽ അങ്ങനെ ഭയങ്കരമായി പ്രസ് ചെയ്ത് അങ്ങനെ കഴുകണമെന്നൊന്നുമില്ല. നമുക്കിത് ചെറിയ രീതിയിൽ നല്ല വൃത്തിയിൽ കഴുകിയെടുക്കാൻ പറ്റുന്ന, അതുപോലെ നല്ലൊരു മണം ഉണ്ടാവും. അങ്ങനെ ഒരു ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ നമ്മൾ എടുത്തിരിക്കുന്ന ഈ കഞ്ഞിവെള്ളം മിക്സി ക്ലീനിങ്ങിൻ്റെ ഈ സാധനം തന്നെ നമുക്ക് സിങ്കൊക്കെ കഴുകാൻ ഉപയോഗിക്കാം. ഇതൊരു അടുത്തൊരു ടിപ്സാണ്. ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് ഒരല്പം കല്ലുപ്പും അതുപോലെ സോപ്പ് പൊടിയാണ്. അപ്പോൾ ഈ ഒരു സോപ്പ് പൊടി ആ ഒരു മിശ്രിതത്തിൽ തന്നെയാണ് ചേർക്കുന്നത്. ഇനി നമ്മളൊരു കുപ്പിയിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഇതിന് ഞാനൊരു കുപ്പി ചെറിയൊരു നമ്മൾ ചെറുങ്ങനെ തുളയാക്കുമല്ലോ, അതുപോലെ ആക്കിയിട്ടാണ് ഇതെടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ചെറുങ്ങനെ നമ്മളിപ്പം ഇൻ്റർലോക്ക് ഇടുന്നതാണെങ്കിൽ ഇൻ്റർലോക്കിൻ്റെ സൈഡിലെല്ലാം പുതുതായിട്ടൊന്നും ആക്കുമ്പോൾ ഉണ്ടാകുന്നില്ല. എന്നാൽ നമ്മളൊരു 6-7 കൊല്ലം ഒക്കെ കഴിയുമ്പോൾ എന്തായാലും സൈഡിലൊക്കെ പുല്ല് കളച്ച് വരും. അപ്പം നല്ല വെയിലുള്ള സമയത്ത് ആണ് നമ്മൾ ചെറിയ രീതിയിലൊന്ന് തളിച്ചു കൊടുത്താൽ മതി. കുറച്ച് ആ വെയിലും കൂടെ കൊള്ളുമ്പം ഇത് ശരിക്കും നല്ല രീതിയിൽ കരിഞ്ഞു പോവും. പിന്നെ അതുപോലെ വളർച്ച കുറച്ച് അധികം അങ്ങനെ തിക്കായിട്ട് വളരുന്നില്ല. അത് ഒറ്റ ദിവസം കൊണ്ട് മാജിക്കൊന്നും നടക്കില്ല. അത് നമ്മളൊരു 6-7 ദിവസം അടുപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ കള വളരുന്നത് ഒന്ന് ചെറുങ്ങനെ സ്റ്റോപ്പ് ആവുകയും അങ്ങനെ ഒരു ക്ലീനായിട്ട് നിൽക്കും. അത് നമ്മളൊരു കുഞ്ഞു ടിപ്സാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തെല്ലാം ഉണ്ടാവും, ചെറിയ ചെറിയ പുല്ലുകളാണ് ഉണ്ടാവുള്ളൂ ഇതുപോലുള്ള മുറ്റത്തൊക്കെ. അപ്പോൾ ഇതുപോലെ തളിച്ചു കൊടുക്കുമ്പോൾ നല്ല റിസൾട്ട് കാണാൻ പറ്റും. ഇതുപോലെ നമ്മളെ ഗ്യാസ് അതുപോലെ കൗണ്ടർ ടോപ്പ് ഈ ഭാഗങ്ങളിലെല്ലാം ചെറുങ്ങനെ തളിച്ചിട്ട് ഒന്ന് ഇതുപോലെ തുടച്ചു കൊടുത്താൽ നല്ല വൃത്തി ഉണ്ടാവും, കാണാൻ നല്ല വെട്ടിത്തിളങ്ങും എന്നുള്ളത് മറ്റൊരു കഞ്ഞി വെള്ളത്തിൻ്റെ ഒരു ടിപ്സാണ്. ഇതുപോലെ നമ്മൾ കൗണ്ടർ ടോപ്പും അതൊക്കെ ഇങ്ങനെ ഒറ്റിച്ചിട്ട് തുടച്ചു കൊടുത്താൽ വളരെ നല്ല വൃത്തിയിൽ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് കുറച്ച് ബ്യൂട്ടി ടിപ്സുകളും കൂടെ നോക്കാം. ഇതുപോലെ ഒരു ചെറിയൊരു കപ്പിൻ്റെ അകത്താണ് കഞ്ഞിവെള്ളം എടുത്ത് വെക്കുന്നത്. ഇത് നമുക്കൊന്ന് ചെറിയ രീതിയിൽ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കാം. അങ്ങനെ എല്ലാ ദിവസവും ഈ ഒരു വാട്ടർ നമ്മൾ ഒന്നും ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്നും ചെയ്യാണ്ട് തന്നെ നമുക്കിത് എന്ത് ചെയ്യാം, മുഖത്ത് ഒരു സ്കിൻ വൈറ്റനിങ്ങിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്.
ഇത് നമുക്ക് 2 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തണുത്തിട്ടാകുമ്പം പുറത്തൊക്കെ പോയി വെയിലൊക്കെ കൊണ്ടുവന്നിട്ടാകുമ്പം ഈ ഒരു വെള്ളം കൊണ്ട് ഒന്ന് മുഖം കഴുകിയാൽ തന്നെ മുഖം നല്ലൊരു ക്ലീൻ ആവും. സ്കിന്നിന് ഒരു നല്ലൊരു സ്കിൻ ടോണായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാവുന്നതാണ്. നമ്മൾ അടുത്തൊരു ടിപ്സ് നോക്കുന്നതാണ്. ഇത് ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്കറിയാലോ, നമ്മളെ പേര ഇലയാണത്. പേര ഇല എടുത്തിട്ടുണ്ട്, തുളസി ഇല എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെമ്പരത്തീൻ്റെ ഇതുമുണ്ട്, പനിക്കൂർക്ക ഇലയുണ്ടല്ലോ, പനിക്കൂർക്ക ഇലയും കൂടെയാണ് ഈ കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മൾ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ തലയിലുണ്ടാകുന്ന ഈ തുളസി ഇലയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കുറേ താരൻ, പേന് അതുപോലുള്ള ശല്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതൊന്നാണ്. അതുപോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടും മുടി കൊഴിയുന്നത് തടയാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപകരിക്കുന്നതാണ് ഇത്. അപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന പനിക്കൂർക്ക ഇലയുണ്ട്, അതുപോലെ തുളസി ഇലയുണ്ട്, ചെമ്പരത്തി ഇലയുണ്ട്, പേര ഇലയുണ്ട്, വിത്ത് കഞ്ഞിവെള്ളവും കൂടെയാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് ഉപകരിക്കും. അപ്പോൾ ഇതാണ് മറ്റൊരു ടിപ്സായിട്ട് ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്.